ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ സൈക്കോളജിയിലെ ലേണിംഗ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ വേരിയബിൾസ് ഇൻ ലേണിംഗ് അഥവാ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് ആണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലേണിങ്ങിനെ എന്തൊക്കെ ബാധിക്കും എന്നറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? എന്തൊക്കെ കാരണം കൊണ്ടാണ് ലേണിംഗ് നടക്കുക, അതിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ വേരിയബിൾസ് ആണ് ഉള്ളത് എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന 3 വേരിയബിളാണ് ഉള്ളത്. അവ 1 ഇൻഡിവിജ്വൽ വേരിയബിൾ, 2 ടാസ്ക് വേരിയബിൾ, 3 മെത്തേഡ് വേരിയബിൾ ആണ്. ഇവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇൻഡിവിജ്വൽ വേരിയബിൾസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേച്ചർ ഓഫ് ദ ലേണർ ആണ്. സോ ഒരു ഇൻഡിവിജ്വലിൻ്റെ നേച്ചറിനനുസരിച്ച് ലേണിംഗ് മാറാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ലേണിംഗ് മാറാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് മെച്യൂറേഷൻ. സോ ലേണിംഗ് കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ലേണിംഗ് നടക്കുന്നതിനൊരു പ്രീ റിക്വിസൈറ്റ് ആവശ്യമുള്ളതാണ് മെച്യൂറേഷൻ എന്നുള്ളത്. സോ ഒരു ഇൻഡിവിജ്വലിൻ്റെ മെച്യൂരിറ്റിക്ക് അനുസരിച്ചിരിക്കും ആ ഇൻഡിവിജ്വലിന് എത്രത്തോളം ലേണിംഗ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മെച്യൂറേഷൻ എന്നുള്ളത്. അടുത്തത് നോക്കാം, റെഡിനെസ് ടു ലേൺ. സോ പഠിക്കുന്ന ഒരാൾ, ഒരു ഇൻഡിവിജ്വൽ തയ്യാറായിരിക്കണം ഞാൻ പഠിക്കാൻ അല്ലേ, മാനസികമായിട്ട് അയാൾ റെഡിയായാൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് ലേണിംഗ് അവിടെ നടക്കുകയുള്ളൂ. നിർബന്ധിച്ച് ഒരാളെ ഒന്ന് പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് അത് തരണം എന്നില്ല. സോ ഇൻഡിവിജ്വൽ റെഡി ആയിരിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ ലേണിംഗ് അവിടെ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തേതാണ് ഏജ് എന്ന് പറയുന്നത്. സോ ഏജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബയോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു 20-25 വയസ്സ് വരെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു നല്ലൊരു എനർജി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും എന്ന് പറയും. ഓക്കെ, എന്നാൽ അത് 30 ആവുന്ന സമയത്ത് അതൊന്ന് കോൺസ്റ്റൻ്റ് ആവും. നമുക്ക് ഉള്ള ആ ഒരു എബിലിറ്റി അതൊന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. എന്നാൽ പ്രായം കൂടും തോറും നമുക്ക് ആ ഒരു പഠിക്കാൻ സാധിക്കും, എന്നാലും ആ ഒരു നമുക്ക് ചെറുപ്രായത്തിൽ നമുക്ക് പറ്റുന്ന അത്രയും കപ്പാസിറ്റിയിൽ നമുക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഏജും ഒരു ഘടകമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നാലാമത്തതാണ് സെക്സ്. സോ ചില കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഈ സെക്സ് ഒരു കാരണമാവും, അല്ലെങ്കിൽ സെക്സും ഒരു ഘടകമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പം ചില മോട്ടോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെക്കാളും പെട്ടെന്ന് പഠിച്ചെടുക്കുന്നത് ആൺകുട്ടികളായിരിക്കും. ഓക്കെ, പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല, പെട്ടെന്ന് പഠിച്ചെടുക്കുന്നത് ആൺകുട്ടികളായിരിക്കും. എന്നാൽ ഈ ചെറിയ മസിൽസൊക്കെ വെച്ചിട്ട് സ്കിൽഫുള്ളി ചെയ്യേണ്ട കാര്യങ്ങൾ ആൺകുട്ടികളെക്കാളും പെട്ടെന്ന് പഠിച്ചെടുക്കുക പെൺകുട്ടികളായിരിക്കും. സോ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സെക്സും ഒരു എലമെൻ്റ് ആയിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അടുത്തതാണ് പ്രീവിയസ് എക്സ്പീരിയൻസ്. സോ നമ്മൾ മുമ്പ് ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായ എക്സ്പീരിയൻസും നമ്മളുടെ ഈ ലേണിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു, നമുക്ക് സക്സസ്ഫുൾ ആണ് അല്ലെ, നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് എങ്കിൽ പിന്നെയും നമുക്കത് ചെയ്യാനുള്ള ഒരു സന്തോഷവും ഒരു മോട്ടിവേഷൻ നമ്മളിൽ ഉണ്ടാവും. എന്നാൽ മുമ്പുണ്ടായ എക്സ്പീരിയൻസ് ഒരു ഫെയിലിയർ ആയിരുന്നു, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരാത്തയായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീടും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമ്മളിൽ കുറഞ്ഞു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെയുള്ളതാണ് മെൻ്റൽ എബിലിറ്റീസ്. സോ ഒരു ടാസ്ക് പഠിക്കുന്നത് എന്ന് പറയുന്നത് ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ മെൻ്റൽ എബിലിറ്റീസിൻ്റെയും കൂടെ കഴിവാണ് അല്ലേ. എത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ആ ഒരു ഇൻഡിവിജ്വൽ അനുസരിച്ച് മാറുന്നതാണ്. ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, തിങ്കിങ്, റീസണിങ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പഠനത്തിന് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ മെൻ്റൽ എബിലിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അടുത്ത പോയിന്റ് നോക്കാം, ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ആണ്. സോ ഇപ്പോൾ ഒരു ലേണർക്ക് ഉണ്ടാവുന്ന ഫിസിക്കൽ ഡിഫിക്കൽട്ടിയും ചില സമയത്ത് ലേണിങ്ങിന് തടസ്സമായിട്ട് ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ചില ഫിസിക്കലി ബ്ലൈൻഡായിട്ട്, ഡെഫായിട്ട്, ഡംബായിട്ട് ഉള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ, നോർമലി ഉള്ളൊരു ആളെക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ എഫേർട്ട് ഉണ്ടാക്കേണ്ടി വരുമായിരിക്കും, സോ ദാറ്റ് ലേണിങ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. സോ അതൊരു ചെറിയൊരു ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്നതാണ്. ഇത് ബാധിക്കാൻ ഇരിക്കാം, കാരണം ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ ഇൻഡിവിജ്വൽസ് അല്ലേ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ലേണറിനെ അനുസരിച്ച് ലേണിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത വേരിയബിൾസ് ആണ് ടാസ്ക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ലേണിംഗ് മെറ്റീരിയൽ. സോ നമുക്ക് പഠിക്കാനുള്ള ലേണിംഗ് മെറ്റീരിയലിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിരിക്കും ലേണിംഗ് എത്രത്തോളം നന്നായിട്ട് നടക്കും നടക്കില്ല എന്ന കാര്യങ്ങളൊക്കെ.
അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം ലെങ്ത് ഓഫ് ദ ടാസ്ക്. ഇപ്പോൾ നമുക്കൊരു കുട്ടിക്ക് ആ കുട്ടിയുടെ മെമ്മറി സ്പാനിനെക്കാളും ലെങ്തി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് കൊടുക്കുന്നത് എങ്കിൽ ആ കുട്ടിക്ക് ആ കാര്യം പഠിക്കുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. അത് പഠിക്കാൻ ഒരുപാട് സമയം കുട്ടി എടുക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ലേണിങ് അവിടെ നടക്കണം, നന്നായിട്ട് നടക്കണം എന്നില്ല. കാരണം ആ കുട്ടിയുടെ കപ്പാസിറ്റീനെക്കാളും കൂടുതൽ വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഡിഫിക്കൽട്ടി ഓഫ് ദ ടാസ്ക് ആണ്. ഒരു ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ് നമ്മളൊരു കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ അത് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, നമുക്ക് ഒരുപാട് എനർജി അവിടെ വേണ്ടി വരും. അപ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ ചിലപ്പോൾ വേണമെങ്കിൽ മടുപ്പ് വരെ ഉണ്ടാക്കാം അല്ലേ. നമ്മൾ എത്ര ചെയ്തിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത്, നമുക്ക് എങ്ങനെയും അത് ചെയ്യാൻ പറ്റുന്നില്ല. സോ മടുപ്പ് വരും, നമുക്ക് പഠിക്കാൻ വരെ താല്പര്യം ഇല്ലാണ്ടൊക്കെ ആവും. സോ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ കൊടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം വേണം കൊടുക്കാൻ. ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ട് എങ്കിൽ അത് ലേണിങ്ങിനെ മോശമായിട്ടായിരിക്കും ബാധിക്കുക എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് മീനിങ്ഫുൾനെസ് ഓഫ് ദ ടാസ്ക് ആണ്. സോ നമുക്ക് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുക. സോ എത്രത്തോളം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മീനിങ് ആയിട്ട് തോന്നുന്നുണ്ട് അത്രത്തോളം പെട്ടെന്ന് അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് ലേണിങ്ങും നടക്കും എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ മീനിങ്ഫുൾനെസ് വരുന്ന സമയത്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിങ് നടക്കുക. കാരണം നമുക്ക് പഠിച്ചൊരു കാര്യം നമുക്ക് മറ്റൊരിടത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നടക്കുന്നത് ഈ മീനിങ്ഫുൾനെസ്, നമ്മൾ പഠിക്കാനുള്ളൊരു സംഭവത്തിൽ നമുക്കൊരു മീനിങ് വരുന്നു. നമുക്ക് ഇത് പഠിച്ചാൽ എനിക്ക് എന്തൊക്കെയോ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇതെനിക്ക് ആവശ്യമുള്ളതാണ് എന്നൊക്കെ തോന്നും. ഓക്കെ, അങ്ങനെ നടക്കുമ്പോഴും ലേണിങ് നന്നായിട്ട് നടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ അടുത്ത വേരിയബിൾ നമുക്ക് നോക്കാം മെത്തേഡ് വേരിയബിൾ, അതായത് നേച്ചർ ഓഫ് ലേണിംഗ് സിറ്റുവേഷൻ. സോ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലേണിംഗ് സിറ്റുവേഷൻ എങ്ങനത്തെ രീതിയിലാണ് പഠിക്കുന്നത്, ആ ഒരു സാഹചര്യവും ലേണിങ്ങിനെ സ്വാധീനിക്കാം എന്നാണ് പറയുന്നത്. ആദ്യം തന്നെ മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ്. സോ ഏത് രീതിയിലാണ് ആ ഒരു ലേണർ പഠിക്കുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർക്ക് എഴുതി പഠിക്കുന്നതായിരിക്കും പെട്ടെന്ന് മനസ്സിലാവുക, ചിലവർക്ക് വായിച്ച് പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു വരുമ്പോഴായിരിക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയുക. അത് വ്യത്യസ്തമായിട്ടിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു ലേണർ യൂസ് ചെയ്യുന്ന മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്ത് ഹോൾ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഹോൾ മെത്തേഡ് എന്ന് പറയുമ്പം എല്ലാം കൂടി ഒന്നിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഹോൾ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. പാർട്ട് മെത്തേഡ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ വലിയ സാധനമാണ് നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ ചെറിയ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ചെറിയ കാര്യങ്ങൾ പഠിക്കാം. സോ ഏത് മെത്തേഡാണ് ആ ലേണർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ആ ലേണിങ് എത്രത്തോളം നന്നായിട്ട് നടക്കും എന്നതിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയാം. അടുത്തതാണ് എമൗണ്ട് ഓഫ് പ്രാക്ടീസ്. നമുക്കറിയാം പ്രാക്ടീസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നന്നായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. സോ ഓവർ ലേണിംഗ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓവർ ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാര്യം പഠിച്ചു, അത് ഒരു എറർ പോലും വരാണ്ട് നമുക്ക് എത്രത്തോളം റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെയാണ് ഓവർ ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരുപാട് നന്നായിട്ട് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രത്തോളം ഓർമ്മയിൽ നിൽക്കാനും അതുകൊണ്ട് തന്നെ ലേണിങ് നന്നാക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രാക്ടീസ് ആണ്. സോ രണ്ട് തരത്തിലുള്ള പ്രാക്ടീസ് ഉണ്ട്. ഒന്ന് മാസ്ഡ് പ്രാക്ടീസ്, അതേപോലെ തന്നെ മറ്റൊന്ന് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസ്. സോ ബെറ്റർ ലേണിംഗ് നടക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് ഓർത്ത് വെക്കാനാണെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസ് ഉപയോഗിക്കാം. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, കുറച്ച് ബ്രേക്ക് എടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പാർട്ട് മെത്തേഡ്, അതുപോലെ തന്നെയാണ്. അതായത് കുറച്ച് പഠിച്ചു, കുറച്ച് ഗ്യാപ്പ് എടുത്തു, കുറച്ച് പഠിച്ചു, കുറച്ച് ഗ്യാപ്പ് എടുത്തു. സോ നമുക്ക് റെസ്റ്റ് ചെയ്യാനും സമയമുണ്ട്, നമുക്ക് ഒന്ന് ഫ്രഷ് സ്റ്റാർട്ട്, ഓരോ സമയത്ത് പഠിക്കാൻ നേരത്തും ഒരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസാണ് കൂടുതൽ ലേണിങ് നന്നായിട്ട് നടക്കാൻ പറ്റുന്നതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയാം. അടുത്തത് അവൈലബിലിറ്റി ഓഫ് ഇൻസെൻറ്റീവ്സ് ആണ്. സോ ഇൻസെൻറ്റീവ്സ് കിട്ടുക എന്നുള്ളതും ലേണിങ്ങിനെ നന്നായിട്ട്
ലേണിങ് കൂടുതൽ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പം നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്ന സമയത്ത് എന്താണ്, ഓട്ടോമാറ്റിക്കലി ആ കുട്ടി മോട്ടിവേറ്റഡ് ആവുകയാണ് അല്ലേ, നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. സോ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോട് അവർ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എത്രത്തോളം നല്ല എഫേർട്ട് അത് റിസൾട്ടായിട്ട് മാറുന്നുണ്ട് എന്നൊക്കെ പറയുന്നതും ഫീഡ്ബാക്ക് കൊടുക്കുന്നതും അവരെ കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് നേച്ചർ ഓഫ് സെൻസറി അപ്രോച്ച് ആണ്. അപ്പം നമ്മുടെ സെൻസസ് എന്ന് പറയുന്നത് നോളജിനൊരു ഗേറ്റ് വേ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് പഠിക്കുന്ന നേരത്തെ നമ്മൾ എത്രത്തോളം നമ്മുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ കുട്ടികൾ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ കാഴ്ച, കേൾവി, ഇപ്പം എന്തെങ്കിലും ടച്ച് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ തൊട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പം എത്രത്തോളം സെൻസ് ഓർഗൻസ് നമ്മൾ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം നന്നായിട്ട് ലേണിംഗ് അവിടെ സാധിക്കും എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് ആണ്. ലേണിങ്ങിനെ എന്തൊക്കെ കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യും, അത് 3 ലെവലിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഇൻഡിവിജ്വൽ, പിന്നെ ടാസ്ക്, പിന്നെ മെത്തേഡ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ഒത്തുചേർത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ലേണിംഗ് നടക്കും, എഫക്റ്റീവായിട്ട് ലേണിംഗ് നടക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.